വിദേശ പഠനത്തിനായി ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് PTE ട്രെയിനിങ് ഫ്രം മെന്റർ അക്കാഡമി. ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു. മൂവാറ്റുപുഴ സ്വദേശിയായ PM ഷുക്കൂറിൻ്റെ ചങ്ങമ്പുഴ ജീവിതവും കലാപവും എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ഡീൻ കുര്യാക്കോസ് MP കൽക്കട്ട ദൂരദർശൻ ഡയറക്ടറും എഴുത്തുകാരനുമായ ജോഷി ജോസഫിന് പുസ്തകം നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. മൂവാറ്റുപുഴ സ്വദേശിയായ PM ഷുക്കൂറിന്റെ ചങ്ങമ്പുഴ ജീവിതവും കലാപവും എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്തത്. ഡീൻ കുര്യാക്കോസ് MP പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. കൽക്കട്ട ദൂരദർശൻ ഡയറക്ടറും എഴുത്തുകാരനുമായ ജോഷി ജോസഫിന് പുസ്തകം നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. മഹാകവി ചങ്ങമ്പുഴയുടെ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ളതായിട്ടുള്ള ജീവിതവും കലാപവും എന്ന പേരിൽ PM ഷുക്കൂറിന്റെ പുസ്തകമാണ് കോഫി വിത്ത് ബുക്ക് എന്ന പരിപാടി എന്ന ഒരു ലേബലിൽ ഇവിടെ ഇപ്പോൾ പ്രകാശനം ചെയ്യപ്പെടുന്നത്. തീർച്ചയായും വ്യത്യസ്തമായ ഒരു അനുഭവം. നമ്മുടെ ചുറ്റുപാടിൽ പ്രത്യേകിച്ചും പുതിയ തലമുറയുടെ വളർച്ചയുടെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായി നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന നിരവധിയായ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വായനാശീലം വളർത്തുന്നതും മനുഷ്യരെ അറിയുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ പൊതുസമൂഹത്തെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഒക്കെ തന്നെ പ്രതിബദ്ധതയോടുകൂടി തലമുറകളെ വളർത്തിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. പുസ്തക വായനയിലൂടെ ലഭിക്കുന്ന അറിവുകൾ അതേതു തരത്തിലാണെങ്കിലും മറ്റൊന്നിനേക്കാൾ മറ്റേതിനേക്കാൾ കൂടുതൽ അറിവ് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഷുക്കൂറിന്റെ ലത ബസ് സ്റ്റാൻഡിന് സമീപമുള്ള പൈനയിൽ ബേക്കറിയിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ബേക്കറി വ്യാപാരത്തിനൊപ്പം സാഹിത്യവും കൂടെ കൂട്ടുന്ന PM ഷുക്കൂറിന്റെ മൂന്നാമത്തെ പുസ്തകമാണ് പ്രകാശനം ചെയ്തത്. സേതു, എഴുത്ത്, ജീവിതം, അഭിമുഖം, ഒരു സങ്കീർത്തനം പോലെ, ദൈവത്തിന്റെ കള്ളവോപ്പ്, ചങ്ങമ്പുഴ ജീവിതവും കലാപവും എന്നീ പുസ്തകങ്ങളാണ് ഷുക്കൂറിന്റേതായി പുറത്തിറക്കിയിട്ടുള്ളത്. ഇൻസൈറ്റ് പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രകാശനത്തിനായി തയ്യാറാക്കിയത്. ചങ്ങമ്പുഴ കവിതകളുടെ ആത്മാവും കവിയുടെ ജീവിത സംഘർഷങ്ങളും തേടിയുള്ള ഷുക്കൂറിന്റെ അന്വേഷണ പഠനങ്ങളുടെ പരിസമാപ്തിയാണ് ഈ പുസ്തകം. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സഹധർമ്മിണി ശ്രീദേവി, സഹോദരൻ പ്രഭാകരൻ എന്നിവരുമായി നിരവധി കൂടിക്കാഴ്ചകളും ഷുക്കൂർ വർഷങ്ങൾക്ക് മുൻപേ പുസ്തകത്തിനായി നടത്തിയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വീടെന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം യുക്തിവാദം, അങ്ങനെ മൊത്തത്തിൽ ഞാൻ വഴിപിഴച്ചു പോകുന്നു എന്നൊരു വലിയൊരു പ്രശ്നമുണ്ട്. പിന്നെ വായിക്കണ്ട എന്നുള്ള ശക്തമായ വിലക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എൻ്റെ അനിയൻ സുൽഫിക്കർ എന്ന് പറഞ്ഞാൽ അവിടെ പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് ഒപ്പം മോളിൽ കയറിയിരുന്നിട്ടാണ് ഞാൻ രമണൻ വായിച്ചു തീർക്കുന്നത്. അപ്പൊ അങ്ങനെ ആണ് രമണന്റെ തുടക്കം. പിന്നെ അതിനുശേഷം ചങ്ങമ്പുഴയൊക്കെ ചുമ്മാ ഓടിച്ചു വായിച്ചു. പക്ഷെ ഇന്നും ഞാൻ പിന്നീട് ഈ പുസ്തകത്തിന് രണ്ടാമത് ഒരു അധ്യായം എഴുതി ചേർക്കണ്ടായി. ആദ്യത്തെ അധ്യായം അവസാനം എഴുതി ചേർത്താണ് പച്ചയ്ക്ക് കത്തിയ ഒറ്റമരം എന്നുള്ള പേരിൽ എഴുതി ചേർത്തപ്പോഴും ഞാൻ ഈ പുസ്തകം, ചങ്ങമ്പുഴ പുസ്തകം, എൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ വീട്ടിൽ ഈ പുസ്തകം വയ്ക്കുന്ന സ്ഥലങ്ങളൊന്നും അത്ര ഓർക്കാത്തത് കൊണ്ട് ഈ പുസ്തകവും എവിടെയാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. എൻ്റെ കയ്യിലുണ്ട് 2 വാള്യം. ചങ്ങമ്പുഴയുടെ അനുജൻ ഞങ്ങളുടെ പ്രഭാകരന്റെ മകൻ എനിക്ക് തന്നതാണ്. അതുകൂടാതെ ഞാൻ വേറെ ഫോട്ടോസ്റ്റാറ്റും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ പിന്നെ പക്ഷേ ഈ പുസ്തകമൊന്നും എവിടെയാണെന്ന് ഓർമ്മയില്ലാത്തത് കൊണ്ടും ഇത് പെട്ടെന്ന് എഴുതാറും കൊണ്ട് വീണ്ടും 1-ാം വോള്യത്തില് ഒന്നുകൂടെ വാങ്ങുകയും അത് വായിക്കുകയും ചെയ്തപ്പോഴാണ് ഈ ചങ്ങമ്പുഴ എന്ന് പറയുന്ന കവി എത്രമാത്രം വിപുലമായ വായനയാണെന്ന് നടത്തിയത്. പ്രകാശനം നടത്തിയ പുസ്തകത്തിന്റെ രൂപത്തിൽ തയ്യാറാക്കിയ കേക്ക് വ്യത്യസ്തമായി മാറി. Yeah.
കവി MS ബനേഷ്, മാധ്യമപ്രവർത്തകൻ ബിനു കരുണാകരൻ, മോഹൻദാസ് S, നസീർ അലിയാർ, PA അബ്ദുറസാഖ് തുടങ്ങിയവർ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ.